ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അങ്ങനെ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് പുതിയ വീഡിയോകളൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ 7th ആനിവേഴ്സറിൻ്റെ കുറച്ച് സ്പെഷ്യൽ വീഡിയോകളൊക്കെയാണ്. നമ്മുടെ കോബ്ര ബണ്ടിൽ, ലിവോ ബണ്ടിൽ അതൊക്കെ റിട്ടേൺ കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ അത് ഏത് ഇവൻറ്റിലൂടെയൊക്കെ ആണെന്നൊക്കെ ഈ ഒരു വീഡിയോ നോക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്താൽ തന്നെ ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഇനി അധികം പറഞ്ഞ് ബോറടിപ്പിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇവൻറ്റുകളൊക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇവൻറ്റിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസുകളൊന്നും കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെ എന്ന് വരുന്ന അങ്ങനത്തെ ഒരു ഡീറ്റെയിൽസും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് എത്രമാത്രം വരുന്ന ചാൻസും കാര്യങ്ങളൊന്നും പറയാൻ കഴിയത്തില്ല. അപ്പോൾ എന്തായാലും ഇതിലൊരു സ്കിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു സ്കൈവിങ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു സ്കിന്നുണ്ട്, ഒരു ഇമോട്ടും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഇത് എത്രമാത്രം വരുന്നൊന്നും ഒരു ഉറപ്പില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞ്. അതുപോലെ തന്നെ ലൂട്ട് ബോക്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കോബ്ര ബണ്ടിൽസ് അതേപോലെ തന്നെ ഇവോ ബണ്ടിൽസ് നിങ്ങൾക്ക് റിട്ടേൺ കൊണ്ടുവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇവൻറ്റ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്കാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇവൻറ്റിലൂടെ ആയിരിക്കും നമ്മുടെ കോബ്ര ബണ്ടിൽസ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടോക്കൺ വീൽ എന്ന് പറഞ്ഞാൽ ടോക്കൺ ടവർ എന്ന് പറയുന്ന ഒരു ഇവൻറ്റുകൾക്കാണ്. അപ്പോൾ ഇത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ബണ്ടിലുകളൊക്കെ. അപ്പോൾ ഇത് റിട്ടേൺ വരുന്ന കാര്യത്തിനെക്കുറിച്ചുള്ള ഡേറ്റും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, കൺഫേം ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം വരുന്നത് പറഞ്ഞാൽ സ്കാർഫ് ഉണ്ട്, അതേപോലെ തന്നെ അവതാർ, അതേപോലെ തന്നെ ബാനർ, പിന്നെ ബൈക്കിൻ്റെ സ്കിൻ, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഇവൻറ്റിലൂടെ വരാൻ പോകുന്നത്, റിട്ടേൺ കൊണ്ടുവരാൻ പോകുന്നത് ഈ ഒരു ബണ്ടിലിനോടൊപ്പം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ റിവാർഡ്സിന് പുറമെ വരുന്ന ബണ്ടിൽസും കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി അറിയുന്നതാണ്. അതേപോലെ തന്നെ 4 ഇമോട്ടുകളൊക്കെ വരുന്നുണ്ട് ഈ ഒരു ഇവൻറ്റിൻ്റെ ഒപ്പം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് അതേ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഗൈസ്, ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കൺഫേം ഡേറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. 7th ആനിവേഴ്സറിക്ക് ശേഷമായിരിക്കും ഈ ഒരു ഇവൻറ്റുകളൊക്കെ വരാൻ പോകുന്നത്. അതിലായിരിക്കും നമ്മൾ ഈ ഒരു ബണ്ടിലുകളൊക്കെ റിട്ടേൺ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ അടുത്തൊരു ഇവൻറ്റുകളൊക്കെ പറയുകയാണെങ്കിൽ ടോക്കൺ വീൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇവൻറ്റുകളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ഇവൻറ്റുകളൊക്കെ 7th ആനിവേഴ്സറിൻ്റെ സ്പെഷ്യലായിട്ടായിരിക്കും റിട്ടേൺ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ അതിൽ വരാൻ പോകുന്ന ഒരു ബണ്ടിലുകളൊക്കെ ഉണ്ട്, അതേപോലെ തന്നെ ഫീമെയിൽ ബണ്ടിലുണ്ട്, മെയിൽ ബണ്ടിലുണ്ട്, 2 ഇമോട്ടുകളൊക്കെയാണ്. ഞാൻ പറഞ്ഞ പോലത്തെ 7th ആനിവേഴ്സറി സ്പെഷ്യലായിരിക്കും ഈ ഒരു എന്താ പറയുക ഇവൻറ്റുകളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതിൽ 2 ഇമോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് 2 ഇമോട്ടുകളൊക്കെ ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഒന്നാമത്തെ ഇമോട്ടുകളൊക്കെ പറയുന്നത്, ഒരു കിടക്കാച്ചി ഇമോട്ടുകളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ബണ്ടിലുകളൊക്കെ നിങ്ങൾ ടോക്കൺ വഴി എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 200 ടോക്കണുകളൊക്കെ വേണ്ടി വരും. അതുപോലെ തന്നെ ഒരു ഇമോട്ടിന് 200 ടോക്കനാണ്, മറ്റൊരു ഇമോട്ടിന് 120 ടോക്കണുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഇതൊക്കെ എടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ 7th ആനിവേഴ്സറിക്കായിരിക്കും വരിക. അപ്പോൾ അടുത്തൊരു ഇമോട്ടുകളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഓൾറെഡി ഒരു ടോപ്പ് അപ്പ് ഇവൻറ്റ് വഴി വന്നതാണ്. അപ്പോൾ ഞാൻ ആ ഒരു ടോപ്പ് അപ്പ് ഇവൻറ്റ് വന്നപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുത്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ടോപ്പ് അപ്പ് ഇവൻറ്റിന് മുമ്പ് ഈ ഒരു ഇമോട്ടുകളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഞാൻ എന്തായാലും ടോപ്പ് അപ്പ് ഇവൻറ്റ് വഴിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടത് നെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ക്രിമിനൽ ബണ്ടിലുകളൊക്കെ ഒന്നുകൂടി റിട്ടേൺ കൊണ്ടുവരാൻ പോവുകയാണ്. 7th ആനിവേഴ്സറിൻ്റെ സ്പെഷ്യലായിട്ടാണ് ഇതും റിട്ടേൺ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ 7th ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് ഒരുപാട് ഇവൻറ്റ്സ് നിങ്ങൾക്ക് റിട്ടേൺ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരു അടിപൊളി വഴിയാണ് ഗരീനക്ക് ഈ ഒരു 7th ആനിവേഴ്സറി എന്ന് പറയുന്നത്. നമ്മുടെ ബണ്ണി ബണ്ടിലുകളൊക്കെ റിട്ടേൺ കൊണ്ടുവരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒന്നെങ്കിൽ ഈ ഒരു ബണ്ടിൽസിൽ ഏതെങ്കിലുമൊക്കെ വരുമെന്ന്. അപ്പോൾ നമ്മൾ ഓൾറെഡി കോബ്ര ബണ്ടിലുകളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രീൻ ക്രിമിനലുകളൊക്കെ റിട്ടേൺ വരാൻ ചാൻസ് കൂടുതലായിട്ടുള്ളത്. നിങ്ങളവിടെ കണ്ട പോലെ തന്നെ ഗ്രീൻ ക്രിമിനലായിരിക്കും ഈ 7th ആനിവേഴ്സറിൻ്റെ സ്പെഷ്യലായിട്ട് റിട്ടേൺ വരാൻ കൂടുതൽ ചാൻസ് കാണുന്നത്. ഏത് ഇവൻറ്റ് വഴിയാണെന്ന് പറയാൻ പറ്റത്തില്ല. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസുകളൊന്നും കിട്ടിയിട്ടില്ല. കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഇവൻറ്റുകളൊക്കെ ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ 7th ആനിവേഴ്സറി സ്പെഷ്യൽ ബണ്ടിലുകളൊക്കെ. അപ്പോൾ ഈ ഒരു ബണ്ടിലുകളൊക്കെ വരാൻ ചാൻസ് ഒരു 50% ആണ്. അതുപോലെ തന്നെ വരാതിരിക്കാനും ചാൻസ് ഒരു 50% കണക്കാണ്. അപ്പോൾ എന്നാൽ നമുക്ക് അടുത്തൊരു ഇവൻറ്റുകളൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് എത്രത്തോളം വരുന്നൊരു ഉറപ്പും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഗൈസ്, നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ 7th ആനിവേഴ്സറി സ്പെഷ്യൽ ഗോൾഡ് റോയലുകളൊക്കെ. അപ്പോൾ ഈ ഒരു ഇമോട്ടുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതേ പണ്ട് ഫ്രീ ആയിട്ട് കൊടുത്തൊരു ഇമോട്ടുകളൊക്കെയാണ്. ഇതൊന്നും കൂടി റിട്ടേൺ കൊണ്ടുവരാൻ പോവുകയാണ്. പിന്നെയുള്ളത് പറഞ്ഞാൽ ഈ ഒരു ബൈക്കിൻ്റെ സ്കിന്നുകളൊക്കെയാണ്. ഇത് 6th ആനിവേഴ്സറിക്ക് സ്പെഷ്യലായിട്ട് ഫ്രീ ആയിട്ട് തന്നെ കൊടുത്തൊരു ബൈക്കിൻ്റെ സ്കിന്നുകളൊക്കെയാണ്. സൈഡ് റിവാർഡുകളൊക്കെ ആയിട്ട് മ്യൂസിക് സീഡില്ല, അതുപോലെ തന്നെ സ്കൈവിങ്, ലൂട്ട് ബോക്സുകളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇവൻറ്റിലെ റിവാർഡുകളൊക്കെ അങ്ങോട്ടും മാറി വരാൻ ചാൻസ് ഉണ്ട്. കാരണം 6th ആനിവേഴ്സറിൻ്റെ ഒരു ബൈക്കിൻ്റെ സ്കിന്നുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെന്തായാലും 7th ആനിവേഴ്സറിക്ക് വരാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ റിവാർഡുകളൊക്കെ മാറി വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ലക്കി ഡ്രോയിങ്ങുകളൊക്കെ ഉറപ്പാണ്. എന്താ പറഞ്ഞ പോലെ തന്നെ 7th ആനിവേഴ്സറി സ്പെഷ്യലായിരിക്കും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ സൗണ്ടിങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അതുപോലെ തന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബൈ.